ഹായ് എവരി വൺ, വെൽക്കം ടു അവർ ചാനൽ. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് ക്ലാസ് 10 SCERT മാത്തമാറ്റിക്സ് പാർട്ട് 1 ടെക്സ്റ്റ് ബുക്കിലെ അരിത്തമെറ്റിക് സീക്വൻസസ് എന്ന ചാപ്റ്ററാണ്. നമുക്ക് പാഠഭാഗത്തിലേക്ക് കടക്കാം. ഇവിടെ നമ്മൾ കുറച്ച് പാറ്റേൺസ്, 4 പാറ്റേൺസ്, വ്യത്യസ്ത പാറ്റേൺസുകൾ കാണുന്നുണ്ട്. ഈ പാറ്റേൺസിൻ്റെ പ്രത്യേകത എന്താണ്? ഇവയെല്ലാം, ഈ പാറ്റേൺസെല്ലാം സ്ക്വയേഴ്സാണ്. ഈ 4 സ്ക്വയേഴ്സാണ്. ഈ സ്ക്വയേഴ്സിൻ്റെ ഒരു സൈഡിൻ്റെ ലെങ്ത് തന്നിട്ടുണ്ട്. 1 സെൻറ്റിമീറ്റർ, 2 സെൻറ്റിമീറ്റർ, 3 സെൻറ്റിമീറ്റർ, 4 സെൻറ്റിമീറ്റർ. അപ്പോൾ സ്ക്വയർ ആയതുകൊണ്ട് എല്ലാ സൈഡ്സും ഈക്വലാണ്. അപ്പോൾ എല്ലാ സൈഡും എന്തായിരിക്കും? 1 സെൻറ്റിമീറ്റർ, 4 സൈഡും, ഈ സ്ക്വയറിൻ്റെ 4 സൈഡ്സും 1 സെൻറ്റിമീറ്റർ വെച്ചായിരിക്കും. അപ്പോൾ 4 സൈഡും കൂടെ കൊടുക്കുമ്പോൾ 4 സെൻറ്റിമീറ്റർ ഉള്ള ലെന്തുള്ള സ്ക്വയറാണ്. ഇത് 8 സെൻറ്റിമീറ്റർ, ഇത് 9 സെൻറ്റിമീറ്റർ, 12 സെൻറ്റിമീറ്റർ ലെന്ത്, ഇവിടെ 16 സെൻറ്റിമീറ്റർ സ്ക്വയറാണ്. അങ്ങനെ 4 ഡിഫറെൻറ്റ് സ്ക്വയർ പാറ്റേൺസാണ് കൊടുത്തിരിക്കുന്നത്. ഇനി നമ്മളോട് ഇവിടെ പറഞ്ഞിരിക്കുന്നത് ഈ സ്ക്വയേഴ്സിൻ്റെ പെരിമീറ്ററും ഏരിയയും കണ്ടുപിടിക്കാനാണ് ചോദിച്ചിരിക്കുന്നത്. പെരിമീറ്ററും ഏരിയയും കണ്ടുപിടിക്കാനുള്ള ഫോർമുല നമ്മൾ മുൻപിലത്തെ കഴിഞ്ഞ ക്ലാസ്സുകളിലൊക്കെ, ചെറിയ ക്ലാസ്സുകളിലൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരിക്കും. സ്ക്വയറിൻ്റെ പെരിമീറ്റർ കണ്ടുപിടിക്കാനുള്ള ഫോർമുല എന്തെന്ന് വെച്ചാൽ 4 × A, അതായത് പെരിമീറ്റർ ഓഫ് എ സ്ക്വയർ ഈക്വൽ ടു 4 × A. ഇവിടെ A എന്ന് പറയുന്നത് എന്തായിരിക്കും? ലെങ്ത് ഓഫ് എനി വൺ സൈഡ്. അതായത് നമുക്ക് ഈ സ്ക്വയേഴ്സിന് 4 സൈഡ്സ് ആണുള്ളത്. അപ്പോൾ സ്ക്വയറിൻ്റെ പെരിമീറ്റർ കണ്ടുപിടിക്കാനായിട്ട് ഏതെങ്കിലും ആ സ്ക്വയറിൻ്റെ ഏതെങ്കിലും ഒരു സൈഡ് എടുത്താൽ മതി. ഒരു സൈഡിൻ്റെ ലെന്ത് എടുത്താൽ നമുക്ക് സ്ക്വയറിൻ്റെ പെരിമീറ്റർ കണ്ടുപിടിക്കാൻ പറ്റും. കാരണം ഒരു സ്ക്വയറിൻ്റെ എല്ലാ സൈഡ്സും ഈക്വൽ ആയതുകൊണ്ട് ആ സ്ക്വയറിൻ്റെ ഒരു സൈഡിൻ്റെ ലെന്ത് എടുത്താൽ മതി. അപ്പം സ്ക്വയറിൻ്റെ പെരിമീറ്റർ കണ്ടുപിടിക്കാനുള്ള ഫോർമുലയാണ് 4 × A. ഇവിടെ A എന്ന് പറയുന്നത് സ്ക്വയറിൻ്റെ സൈഡ്സ്, ഏതെങ്കിലും ഒരു സൈഡിൻ്റെ ലെന്താണ്. ഇനി അതുപോലെ തന്നെ നമുക്ക് സ്ക്വയറിൻ്റെ ഏരിയ കണ്ടുപിടിക്കാൻ ചോദിച്ചിട്ടുണ്ട്. സ്ക്വയറിൻ്റെ ഏരിയ കണ്ടുപിടിക്കാനുള്ള ഫോർമുല A², അതായത് ഏരിയ ഓഫ് എ സ്ക്വയർ A ഈക്വൽ ടു A². ഇവിടെ A എന്ന് പറയുന്നത് നമ്മൾ പെരിമീറ്ററിൻ്റെ കാര്യം പറഞ്ഞതുപോലെ തന്നെ സൈഡാണ്. 4 സൈഡ്സാണ് ഉള്ളത്. അപ്പോൾ സൈഡാണ് ഈ A എന്ന് പറയുന്നത്. അപ്പം സ്ക്വയറിൻ്റെ ഏരിയ കണ്ടുപിടിക്കാനുള്ള ഫോർമുല A², ഇവിടെ A എന്ന് പറയുന്നത് സൈഡ്, അതായത് ഈ സൈഡ്സ്. പിന്നെ പെരിമീറ്റർ കണ്ടുപിടിക്കാനുള്ള ഫോർമുല 4 × A, അതായത് സ്ക്വയറിൻ്റെ പെരിമീറ്റർ കണ്ടുപിടിക്കാനായിട്ട് സ്ക്വയറിൻ്റെ എല്ലാ സൈഡ്സും ഈക്വൽ ആയതുകൊണ്ട് ഏതെങ്കിലും ഒരു സൈഡിൻ്റെ ലെന്ത് എടുത്താൽ മതി. ആ ഒരു ലെന്ത് നമുക്കിവിടെ തന്നിട്ടുമുണ്ട്. ഇനി അത് വെച്ച് നമ്മൾ ഈ സ്ക്വയേഴ്സിൻ്റെ പെരിമീറ്ററും ഏരിയയും കണ്ടുപിടിക്കാൻ പോകും. പെരിമീറ്റർ ഏരിയ കണ്ടുപിടിക്കുന്നു. ആദ്യത്തെ സ്ക്വയർ എടുത്തു. ആദ്യത്തെ സ്ക്വയറിൻ്റെ ഒരു സൈഡിൻ്റെ ലെന്ത്, എല്ലാ സൈഡ്സും ഈക്വൽ ആണല്ലോ. അപ്പോൾ ഒരു സൈഡ് തന്നിട്ടുണ്ട്, ഒരു സൈഡിൻ്റെ ലെന്ത് തന്നിട്ടുണ്ട് 1 സെൻറ്റിമീറ്റർ. അപ്പോൾ ഈ 1 സെൻറ്റിമീറ്റർ എയ്ക്ക് ഇവിടെ സ്ക്വയറിൻ്റെ പെരിമീറ്റർ കണ്ടുപിടിക്കാനുള്ള ഫോർമുല 4 × A. അപ്പോൾ ഇവിടെ എയുടെ അവിടെ 1 കൊടുക്കുക. ഇവിടെ നമുക്ക് ഒരു ലെന്ത് തന്നിട്ടുണ്ട് 1 സെൻറ്റിമീറ്റർ. A ഈക്വൽ 1 കൊടുക്കുമ്പോൾ എന്ത് വരും? 1 സെൻറ്റിമീറ്റർ കൊടുക്കുമ്പോൾ 4 × 1 4 സെൻറ്റിമീറ്റർ. അപ്പോൾ ആദ്യത്തെ സ്ക്വയറിൻ്റെ പെരിമീറ്റർ കിട്ടി 4 സെൻറ്റിമീറ്റർ. പെരിമീറ്റർ എന്ന് പറഞ്ഞാൽ ചുറ്റളവ്. അടുത്ത സ്ക്വയറിൻ്റെ പെരിമീറ്റർ കണ്ടുപിടിക്കണം. അതെത്രയാണ്? 2 സെൻറ്റിമീറ്റർ. അത് ഈ ഫോർമുലയിലോട്ട്
ഇട്ട് കൊടുക്കുക. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ 4 × 2 8 സെൻറ്റിമീറ്റർ. അടുത്തത് A = 3 സെൻറ്റിമീറ്റർ. അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ ഈ ഫോർമുലയിലോട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ 4 × 3 12 സെൻറ്റിമീറ്റർ. അടുത്ത സ്ക്വയറിൻ്റെ 4 സെൻറ്റിമീറ്റർ. അത് ഈ ഫോർമുലയിലോട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ 4 × 4 സെൻറ്റിമീറ്റർ 16 സെൻറ്റിമീറ്റർ. ഇനി നമ്മൾ അങ്ങനെ സ്ക്വയറിൻ്റെ പെരിമീറ്റർ ഈ ഫോർമുല ഉപയോഗിച്ച് കണ്ടുപിടിച്ചു. ഇനി ഈ സ്ക്വയറിൻ്റെ ഏരിയ കണ്ടുപിടിക്കാൻ പോവുക. സ്ക്വയറിൻ്റെ ഏരിയ കണ്ടുപിടിക്കാനുള്ള ഫോർമുല A². A എന്ന് പറയുന്നത് സൈഡ്, അതായത് ഇങ്ങനെയുള്ള സൈഡ്. ഇവിടെ സ്ക്വയറിൻ്റെ സൈഡ്സ് എല്ലാം ഈക്വലാണ്. അപ്പോൾ ഒരു സൈഡിൻ്റെ ലെന്ത് നമുക്ക് തന്നിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ആദ്യത്തെ സ്ക്വയർ എടുത്തു. ആദ്യത്തെ സ്ക്വയറിൻ്റെ ലെന്ത് A = 1. അപ്പം ഏരിയയുടെ ഫോർമുല അനുസരിച്ച് A². അപ്പോൾ A = 1 അല്ലേ, 1² 1. പിന്നെ യൂണിറ്റ് കൊടുക്കുമ്പോൾ 1 A² ആകുമ്പം യൂണിറ്റ് സ്ക്വയർ സെൻറ്റിമീറ്റർ എന്ന് കൊടുക്കണം. ഇവിടെ സെൻറ്റിമീറ്റർ ഓൾറെഡി തന്നിട്ടുണ്ട്, ആ കൂടത്തെ സ്ക്വയർ സെൻറ്റിമീറ്റർ എന്ന് കൊടുക്കണം. അടുത്ത സ്ക്വയർ 2 സെൻറ്റിമീറ്റർ. അപ്പം Aക്ക് 2 കൊടുത്ത് 2². 2² = 4² സെൻറ്റിമീറ്റർ. 2 × സ്ക്വയർ 4. അടുത്തത് 3 സെൻറ്റിമീറ്റർ. A = 3 സെൻറ്റിമീറ്റർ. അത് ഈ ഒരു ഫോർമുലയിൽ കൊടുക്കുമ്പോൾ A = 3². അപ്പം 3² നിന്ന് 9² സെൻറ്റിമീറ്റർ. അടുത്ത സ്ക്വയർ A = 4 സെൻറ്റിമീറ്റർ. ആ 4 ഈ ഒരു ഫോർമുലയിൽ കൊടുക്കുന്നു, സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. 4². അപ്പോൾ എത്ര വരും? 4 × 4² എന്ന് പറയുന്നത് 16. അപ്പോൾ 16² സെൻറ്റിമീറ്റർ. അങ്ങനെ നമുക്കെന്ത് കണ്ടുപിടിച്ചു? നമ്മൾ ഈ ഒരു സ്ക്വയേഴ്സിൽ പെരിമീറ്ററും ഏരിയയും കണ്ടുപിടിച്ചു. ലെന്ത് വെച്ചിട്ട് പെരിമീറ്ററും ഏരിയയും കണ്ടുപിടിച്ചു. ഇനി ഇത് സ്ക്വയേഴ്സ്, ഈ സ്ക്വയറിന് ഡയഗണൽസ് കാണും അല്ലേ? ഈ ഡയഗണൽ ഇവിടെ ഡയഗണൽസ് ഉണ്ട്. ഇങ്ങനെ ഒരു ഡയഗണലുണ്ട് അല്ലേ? ഇതാണ് അതിൻ്റെ ഡയഗണൽസ്. ഇതാണ് അതിൻ്റെ ഡയഗണൽസ്. അതായത് ഇപ്പം ഇവിടെ നോക്കുകയാണെങ്കിൽ CD ABCD എന്ന് ഈ സ്ക്വയർ എടുക്കുകയാണെങ്കിൽ ഇവിടുത്തെ ഡയഗണൽസ് ഏതൊക്കെയാണ്? BCയും ADയുമാണ്. അപ്പം നമ്മൾ സ്ക്വയറിൻ്റെ പെരിമീറ്റർ കണ്ടുപിടിക്കാനുള്ള ഫോർമുല എന്ന് പറയുന്നത് 4 × A ആണ്. സ്ക്വയറിൻ്റെ ഏരിയ കണ്ടുപിടിക്കാനുള്ള ഫോർമുല A² ആണ്. ഇനി ഈ സ്ക്വയറിൻ്റെ ഡയഗണൽ കണ്ടുപിടിക്കണം. സ്ക്വയറിൻ്റെ ഡയഗണൽ കണ്ടുപിടിക്കാനുള്ള ഫോർമുല അതിനു മുമ്പ് ഇതിപ്പം നമ്മൾ ഈ ഒരു സെൻറ്റിമീറ്റർ 1 സെൻറ്റിമീറ്റർ വെച്ചാണ് നമ്മൾ പെരിമീറ്ററും ഏരിയയും കണ്ടുപിടിച്ചു. ഇനി അതിനു മുമ്പ് ഞാൻ ഒരു കാര്യം പറയുന്നതിന് മുമ്പ് ഡയഗണൽ ഓഫ് എ സ്ക്വയർ, അതായത് ഈ നമ്മൾ ഡയഗണലിൽ വരച്ചല്ലോ, ഈ ഡയഗണലിൻ്റെ സ്ക്വയർ, ഈ സ്ക്വയറിൻ്റെ ഡയഗണൽ, അതായത് ഡയഗണലിൽ കണ്ടുപിടിക്കാനുള്ള ഫോർമുലയാണ് എന്ത്? √2 × A. അതായത് A എന്ന് പറയുന്നത് സ്ക്വയറിൻ്റെ സൈഡ്. ആ സ്ക്വയറിൻ്റെ സൈഡ്സ് എല്ലാം ഈക്വലാണ്. അപ്പം അത് ഏതെങ്കിലും ഒരു സൈഡ് എൻ്റെ ലെന്ത് ഇങ്ങനെ ഈ 2 × √2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നതാണ് എന്ത്? സ്ക്വയറിൻ്റെ ഡയഗണലിൽ കണ്ടുപിടിക്കാനുള്ള ഫോർമുല. അപ്പം ഡയഗണൽ ഓഫ് എ സ്ക്വയർ = √2 × A. അപ്പം നമ്മൾ 3 ഫോർമുലാസാണ് പഠിച്ചത്. പെരിമീറ്റർ ഓഫ് എ സ്ക്വയർ = 4A. അവിടെ A എന്ന് 4 × A. A എന്ന് പറയുന്നത് ഏതെങ്കിലും ഒരു സൈഡിൻ്റെ ലെന്ത്. ഏരിയ ഓഫ് എ സ്ക്വയർ A = A². ഇവിടെ A എന്ന് പറയുന്നത് സൈഡ്. പിന്നെ ഡയഗണൽ ഓഫ് എ സ്ക്വയർ, ഇവിടെ
ഈക്വൽ ടു √2a. എ എന്ന് പറയുന്നത് സൈഡ്. ഇനി നമ്മൾ ഇവിടെ 1 സെൻറ്റിമീറ്റർ ലെന്തുള്ള സൈഡ്, 2 സെൻറ്റിമീറ്റർ, 3 സെൻറ്റിമീറ്റർ, 4 സെൻറ്റിമീറ്റർ ലെന്തുള്ള സൈഡ്സ് ആയിരുന്നു എടുത്തിരുന്നത്. ഇനി നമ്മൾ ആ 1 സെൻറ്റിമീറ്ററിന് പകരം ഹാഫ് സെൻറ്റിമീറ്റർ വെച്ച് കൂട്ടി എടുക്കുന്ന പോലെ ഈ സ്ക്വയേഴ്സിനെ മാറ്റുക. അപ്പം ഇവിടെ 1 സെൻറ്റിമീറ്റർ അതുപോലെ തന്നെ ഇവിടെ അതിന് 1 സെൻറ്റിമീറ്റർ വെച്ചല്ലേ കൂടി 4 സ്ക്വയേഴ്സ് ഉണ്ടാക്കിയത്. അതിന് പകരം 1 സെൻറ്റിമീറ്ററിന് പകരം ഹാഫ് സെൻറ്റിമീറ്റർ വെച്ച് ഇൻക്രീസ് ചെയ്യുന്നത് പോലെ ഈ സ്ക്വയേഴ്സിനെ നമ്മൾ മാറ്റിയെടുക്കുന്നു. അപ്പം ഇവിടെ 1 സെൻറ്റിമീറ്ററും അത് 2 സെൻറ്റിമീറ്റർ, അപ്പം ഹാഫ് സെൻറ്റിമീറ്റർ കൂടുമ്പോൾ അടുത്ത സ്ക്വയർ എന്താവും 1.5 സെൻറ്റിമീറ്റർ. അപ്പോൾ ഈ സ്ക്വയറിൻ്റെ സൈഡിൻ്റെ ലെന്ത് 1.5 സെൻറ്റിമീറ്റർ ലെന്തുള്ള ഒരു സ്ക്വയർ എടുക്കുന്നു. അത് ഇനി പിന്നെ ഹാഫ് സെൻറ്റിമീറ്റർ കൂടുക. അപ്പോൾ ഈ സ്ക്വയർ 1.5 + ½ 2 സെൻറ്റിമീറ്റർ ലെന്തുള്ള സ്ക്വയർ എടുക്കുന്നു. അടുത്ത 2.5 സെൻറ്റിമീറ്റർ ലെന്തുള്ള ഒരു സ്ക്വയർ എടുക്കുന്നു. അങ്ങനെ നമുക്ക് 4 സ്ക്വയേഴ്സ് എടുത്തിട്ട് ഇനി എന്ത് ചെയ്യണം? അത് ആ സ്ക്വയേഴ്സിൻ്റെ പെരിമീറ്റർ, ഏരിയ, ഡയഗണൽ അത് നമ്മൾ കണ്ടുപിടിക്കും. അതിനായിട്ട് ഏരിയ കണ്ടുപിടിക്കുന്നു. ഇപ്പം നമ്മളിവിടെ മാറ്റി സൈഡ്സിൻ്റെ ലെന്ത് മാറ്റിയില്ലായിരുന്നോ? അത് ആദ്യത്തേത് കഴിഞ്ഞു, നമ്മൾ പെരിമീറ്റർ, ഏരിയ ഒക്കെ കണ്ടുപിടിച്ചു. ഇനി നമ്മൾ അടുത്തത് ഹാഫ് സെൻറ്റിമീറ്റർ ആക്കി മാറ്റിയിട്ട് നമ്മൾ നോക്കുക. 1, 1.5, 2, 2.5 അങ്ങനെ പോവുക, സീക്വൻസ് ആയിട്ട് പോവുക. പിന്നെയും 2, 3, 3.5, 4, 4.5 എന്ന് പറഞ്ഞ് പോവും. അപ്പോൾ അങ്ങനെ സൈഡ്സ് എടുക്കുന്നു. 4 സ്ക്വയേഴ്സ് എടുത്തു. അതിൻ്റെ എന്താ പെരിമീറ്റർ, സ്ക്വയറിൻ്റെ പെരിമീറ്റർ ഉപയോഗിച്ച്, പെരിമീറ്റർ ഓഫ് എ സ്ക്വയറിൻ്റെ ഫോർമുല ഉപയോഗിച്ച് പെരിമീറ്റർ കണ്ടുപിടിക്കുന്നു. അപ്പം പെരിമീറ്റർ കണ്ടുപിടിക്കാനുള്ള ഫോർമുല, സ്ക്വയറിൻ്റെ പെരിമീറ്റർ കണ്ടുപിടിക്കാനുള്ള ഫോർമുല 4 × a. ഇവിടെ a എത്രയാണ് തന്നിരിക്കുന്നത്? ആദ്യത്തെ സ്ക്വയറിൻ്റെ 1 സെൻറ്റിമീറ്റർ. അത് നമ്മൾ ആ ഫോർമുലയിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ 4 × 1 4 സെൻറ്റിമീറ്റർ. നമ്മളിവിടെ യൂണിറ്റ് എഴുതുന്നില്ല, നമ്പേഴ്സ് മാത്രമേ എഴുതുന്നുള്ളൂ. അടുത്തത് നമ്മൾ ഹാഫ് സെൻറ്റിമീറ്റർ അല്ലേ ഞാൻ കൂട്ടി പോകുന്നത്. അപ്പോൾ അടുത്തത് എക്ക് 1.5 സെൻറ്റിമീറ്ററിൻ്റെ സ്ക്വയർ എടുക്കുന്നു. അവിടെ a = 1.5. പിന്നെ ഇവിടെ വേറൊരു പ്രത്യേകത എന്ന് പറയുന്നത് ഇത് ഒരു മിക്സഡ് ഫ്രാക്ഷൻ. അപ്പം നമ്മൾ മിക്സഡ് ഫ്രാക്ഷനെ ഇംപ്രോപ്പർ ഫ്രാക്ഷനിലോട്ട് മാറ്റണം. മിക്സഡ് ഫ്രാക്ഷനെ ഇംപ്രോപ്പർ ഫ്രാക്ഷനിലോട്ട് മാറ്റാനായിട്ട് നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ട്. എന്ത് ചെയ്യണം? ഈ സൈഡിൽ കിടക്കുന്നതിനെ ഡിനോമിനേറ്റർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തിട്ട് ന്യൂമറേറ്റർ കൊണ്ട് ആഡ് ചെയ്യണം. സൈഡിൽ കിടക്കുന്ന ഏതാ? 1 ഡിനോമിനേറ്ററിൽ കിടക്കുന്ന 2, ആ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു. 1 × 2 പ്ലസ് ന്യൂമറേറ്റർ കൊണ്ട് ആഡ് ചെയ്യണം. 2 + 1 3. എന്നിട്ട് എങ്ങനെ എഴുതണം? ഇംപ്രോപ്പർ ഫ്രാക്ഷൻ അല്ലേ, അപ്പോൾ 3/2. ഇനി എന്ത് ചെയ്യണം? അപ്പം നമുക്കത് ഇംപ്രോപ്പർ ഫ്രാക്ഷനിലോട്ട് മാറ്റി ഇനി നമ്മൾ പെരിമീറ്ററിൻ്റെ ഫോർമുലയിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ 4 × a ആണ് പെരിമീറ്ററിൻ്റെ ഫോർമുല. സ്ക്വയറിൻ്റെ പെരിമീറ്റർ ഓഫ് എ സ്ക്വയർ എന്ന് പറയുന്നത് 4 × a ആണ്. അപ്പം a നമുക്കിവിടെ ഇംപ്രോപ്പർ ഫ്രാക്ഷനിലോട്ട് മാറ്റിയപ്പോൾ 3/2. അപ്പോൾ 4 × 3/2 = 4 × 3 12/2 6. അത് നമുക്കിവിടെ കിട്ടി, രണ്ടാമത്തെ സ്ക്വയർ. ഇനി അടുത്തത് മൂന്നാമത്തെ സ്ക്വയർ നമ്മൾ പിന്നെയും 1.5 ½ സെൻറ്റിമീറ്റർ കൂട്ടിയപ്പം 2 സെൻറ്റിമീറ്റർ കിട്ടി. അത് നമ്മൾ ആ ഫോർമുലയിലോട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. 4 × 2 8 സെൻറ്റിമീറ്റർ. അടുത്തതാവും പിന്നെയും ഒരു മിക്സഡ് ഫ്രാക്ഷനാണ് വന്നേക്കുന്നത് 2.5 സെൻറ്റിമീറ്റർ. ആ 2.5നെ ഇംപ്രോപ്പർ ഫ്രാക്ഷനിലോട്ട് ചേഞ്ച് ചെയ്യുന്നു. മാറ്റുമ്പോൾ എന്ത് വരുന്നു? 2 × 2 4 + 1 5 5/2 5/12. ഈ 5/2നെ പെരിമീറ്ററിൽ നമ്മൾ കണ്ടുപിടിക്കണ്ടേ? പെരിമീറ്റർ ഓഫ് എ സ്ക്വയർ എന്ന് പറയുന്നത് 4a. അപ്പോൾ 4 × 5/2 5/2 × 4. അപ്പോൾ 5 × 4 20 20/2 10. ആ 10 ആണ് ഇത്. അങ്ങനെ ഒരു സീക്വൻസ് ആയിട്ട് പോവുകയാണ്. ഇനി അടുത്തത് ഏരിയയുടെ ഫോർമുല വെച്ച് എന്താണ്? a². അത് വെറുതെ നമ്മൾ ഈ ഒരു സൈഡ് കണ്ടോ? സൈഡ്സ് ഏതൊക്കെയാണ്? 1 and 1/2 എന്നുള്ളത് ഇംപ്രോപ്പർ ഫ്രാക്ഷനിലോട്ട് മാറ്റുക.
അപ്പോൾ എന്താവും 3/2 ആവും. അപ്പം 1ൻ്റെ സ്ക്വയർ 1, 3/2ൻ്റെ സ്ക്വയർ 9/4, 2ൻ്റെ സ്ക്വയർ 4. 2 and 1/2നെ നമ്മൾ ഇംപ്രോപ്പർ ഫ്രാക്ഷനിലോട്ട് ചേഞ്ച് ചെയ്യുന്നു. അപ്പോൾ 5/2 ദ ഹോൾ സ്ക്വയർ. 5/2 എന്ന് പറയുന്നത് 25, 5 സ്ക്വയർ ഡിവൈഡ് ബൈ 2 സ്ക്വയർ 25/4. അതങ്ങനെ പിന്നെ അത് അങ്ങനെ സോ ഓൺ ഒരു സീക്വൻസ് ആയിട്ട് പോകും. അങ്ങനെ ഏരിയയും കണ്ടുപിടിച്ചു. ആ ഒരു സൈഡ്സ് 1/2 സെൻറ്റിമീറ്റർ ആക്കി മാറ്റിയപ്പോൾ ഉള്ള സ്ക്വയേഴ്സിൻ്റെ പെരിമീറ്ററും ഏരിയയും കണ്ടുപിടിച്ചു. ഇനി നമ്മൾ ആ സ്ക്വയറിന് ഡയഗണലും കൂടി ഉണ്ടെന്ന് പറഞ്ഞില്ലായിരുന്നു. ആ സ്ക്വയറിൻ്റെ ഡയഗണലിൽ കണ്ടുപിടിക്കാനുള്ള ഫോർമുല എന്താ? √2 × a. ഈ a എന്ന് പറയുന്നത് ഈ സൈഡ്സ് തന്നെയാണ്. അപ്പോൾ അതിനെ √2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ കിട്ടുന്നതാണ് സ്ക്വയറിൻ്റെ ഡയഗണൽ. അപ്പം നമ്മൾ എന്ത് ചെയ്യണം? ഈ √2നെ ഈ സൈഡ്സ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പോൾ √2 × ആദ്യത്തെ a = 1 സെൻറ്റിമീറ്റർ ആദ്യത്തെ സ്ക്വയർ എടുത്തു. √2 × 1 √2. ഈ 1.5 എന്തായി മാറും? ഇംപ്രോപ്പർ മിക്സഡ് ഫ്രാക്ഷനാണ്, അത് ഇംപ്രോപ്പർ ഫ്രാക്ഷനായിട്ട് മാറും. അപ്പോൾ 3/2. അപ്പോൾ √2 × 3/2 3/2 × √2. അടുത്തത് √2 × a = 2. അടുത്ത മൂന്നാമത്തെ അപ്പം 2 √2. ഇതും മിക്സഡ് ഫ്രാക്ഷനാണ്, അത് ഇംപ്രോപ്പർ ഫ്രാക്ഷനിലേക്ക് മാറ്റി. അപ്പം എന്തായി? 5/2 × √2. അപ്പം അങ്ങനെ നമുക്ക് ഡയഗണൽ കിട്ടി. ഇനി ഇവിടെ നോക്കുവാണെങ്കിൽ ഇവിടെ നമ്പേഴ്സ് മാത്രം കൺസിഡർ ചെയ്യുവാണെങ്കിൽ, ഇപ്പം യൂണിറ്റ് എടുക്കരുത്, ഈ സെൻറ്റിമീറ്ററും സ്ക്വയർ സെൻറ്റിമീറ്ററും എടുത്ത് മാറ്റി വരുവാണെങ്കിൽ എന്ത് വരും? 1, 2, 3, 4 എക്സെട്ര 4, 8. ഇവിടെ 1, 2, 3, 4 എന്ന് എക്സെട്ര എന്ന് പറയുന്നത് എന്താ? നാച്ചുറൽ നമ്പേഴ്സിൻ്റെ ഫോം അല്ലേ. അടുത്തത് പെരിമീറ്റർ നോക്കുമ്പോഴോ 4, 8, 12, 16 എക്സെട്ര അങ്ങനെ പോവുക. അതെന്ന് പറയുന്നതോ 4ൻ്റെ മൾട്ടിപ്പിൾസ് ആണ്. 4 × 1 4, 4 × 2 8, 4 × 3 12, 4 × 4 16. പിന്നെ അടുത്തത് ഏരിയ നോക്കുമ്പോഴോ ഈ നാച്ചുറൽ നമ്പേഴ്സിൻ്റെ പെർഫെക്റ്റ് സ്ക്വയേഴ്സാണ് 1, 4, 9, 16 എക്സെട്ര. പെർഫെക്റ്റ്. 1ൻ്റെ സ്ക്വയർ 1, 2ൻ്റെ സ്ക്വയർ 4, 3യുടെ സ്ക്വയർ 9, 4ൻ്റെ സ്ക്വയർ 16. അങ്ങനെ ഒരു നമ്പേഴ്സിൻ്റെ ഒരു സെറ്റാണ് ഇവിടെ വരുന്നത്. അതുപോലെ തന്നെ ഇവിടെയും അതുപോലെ തന്നെയാണ്. ഒരു നമ്പേഴ്സിൻ്റെ ഇങ്ങനെ ഒരു സീക്വൻസ് ആയിട്ടാണ് പോയേക്കുന്നത്. അപ്പം ഇവിടെ ഇപ്പം ഇങ്ങനെ ഒരു സെറ്റ് ഓഫ് നമ്പേഴ്സിനെ നമ്മൾ പറയുന്നതാണ് എന്ത്? നമ്പർ സീക്വൻസ്. അതായത് ഇങ്ങനെ ഓരോ പൊസിഷനായിട്ട് ഫസ്റ്റ്, സെക്കൻഡ്, തേർഡ്, ഫോർത്ത് ഇങ്ങനെ സീക്വൻസ് ആയിട്ട് പോകുന്ന ഒരു നമ്പേഴ്സിൻ്റെ ഒരു സെറ്റിനെയാണ് നമ്മൾ പറയുന്ന പേരാണ് നമ്പർ സീക്വൻസ്. അപ്പം അതിൻ്റെ ഡെഫിനിഷൻ, നമ്പർ സീക്വൻസിൻ്റെ ഡെഫിനിഷനാണ് എ സെറ്റ് ഓഫ് നമ്പേഴ്സ്. കണ്ടോ? എ സെറ്റ് ഓഫ് നമ്പേഴ്സ് റിട്ടൺ ലൈക്ക് ദിസ്. ഇതുപോലെ ഒരു നമ്പേഴ്സിൻ്റെ സെറ്റ് ഓഫ് എഴുതാൻ പറ്റുന്ന സെറ്റ് ഓഫ് നമ്പേഴ്സ്, അതായത് ഫസ്റ്റ്, സെക്കൻഡ്, തേർഡ്, ഫോർത്ത് എന്നിങ്ങനെ ഒരു പർട്ടിക്കുലർ റൂൾ അനുസരിച്ച് ഇതുപോലെ ഒരു സെറ്റ് ഓഫ് നമ്പേഴ്സ് എഴുതാൻ പറ്റുന്നുണ്ട് എങ്കിൽ അതിന് പറയുന്നതാണ് എന്ന പേരാണ് നമ്പർ സീക്വൻസ്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് കരുതുന്നു. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ഇനി വരുന്ന വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി കിട്ടണമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ഐക്കൺ കൂടി പ്രസ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ.